ഞാൻ ഇന്നൊരു ക്യാമ്പ് സൈറ്റിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്ക് ഹോളിഡേക്കൊക്കെ ഈ ഹോട്ടലിലൊന്നും പോയി റൂം എടുക്കാതെ തന്നെ ടെൻറ്റോ അല്ലെങ്കിൽ കാരവാനുള്ളവർക്ക് കാരവാനോ ക്യാമ്പർ വാനുള്ളവർക്ക് ക്യാമ്പർ വാനോ ഒക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഹോളിഡേയ്സിന് അവിടെ വരും. നമ്മൾ ഇത് കണക്ക് 3 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടെൻറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആ ടെൻറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിവർത്തിയിട്ടിട്ട് 4 സൈഡിൽ അത് കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇതിൽ സൈഡിൽ കയറുണ്ട്, ആ കയർ വെച്ച് കെട്ടിയാൽ മതി. പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ ഈ എല്ലാ യൂറോപ്യൻസിൻ്റെയും കൂടെ കാണും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വന്ന് ഇത് കണക്ക് ടെൻ്റ് അടിച്ച് ഇത് താമസിക്കുന്ന പറഞ്ഞൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്. അത് നമ്മളൊരു വലിയ നമ്മളിപ്പോൾ നടന്ന് കയറുന്ന വീട്ടിലാണ് നമ്മൾ താമസിക്കുന്ന. റൂമിലെല്ലാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ടെൻ്റ് അടിക്കുകയെന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പം അത്രയും ഏത് സാഹചര്യത്തിലും നമുക്ക് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ ഈ യൂറോപ്യൻസിൽ അവർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നു അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുന്നു, അവർക്ക് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും അവർക്ക് ജീവിക്കാൻ കഴിയും. നമ്മൾ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ്, അതായത് വെളിയിലേക്ക് കൊണ്ടുപോയി കുട്ടികൾക്ക് മറ്റ് ആൾക്കാരെങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ടെൻ്റ് അടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്, അതായത് ഹോംലെസ് ആയിട്ടുള്ള വീടില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഈ കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അപ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് ഇങ്ങനെയുള്ള മറ്റേ ഈ യൂറോപ്പിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ നമ്മുടെ ഹോളിഡേക്ക് പാർക്കിലൊക്കെ പോയിട്ട് ടെൻ്റ് അടിച്ച് ഒരു ദിവസം തങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ ആ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറി കിടക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കണ്ട കറക്റ്റ് ആളിന് എനിക്ക് നീളമുള്ളവർ തന്നെ കാലങ്ങാറ്റും ഞാൻ അങ്ങ് ചവിട്ടി പിടിച്ചാലേ എത്തും. എന്നാലും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് അല്ല ഇത് ഇങ്ങനെ കിടക്കാനായിട്ട്. വേണ്ട ഒരു കുടിസ റൂമിൽ ഇത്രയും കുടിസ റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഏകദേശം ഒരു മാരുതി കാറിൻ്റെ വലുപ്പമുള്ളൊരു സാധനത്തിൽ എന്തായാലും നമ്മളിന്ന് കിടക്കുകയാണ്. അത്യാവശ്യം വേണ്ടുന്ന 2-3 കസേരയും ടെൻറ്റും അതുപോലെ എയർ നിറയ്ക്കുന്ന മെത്തയും എടുത്തിട്ടുണ്ട്. ഐസ് ബോക്സിനകത്ത് നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് വേവിക്കാനുള്ള ഒരു ചെറിയ കുക്കറ്, പിന്നെ വെള്ളം, അത്യാവശ്യമുള്ള തലയിണ, ബ്ലാങ്കറ്റ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളെല്ലാം അത്യാവശ്യമുള്ള എടുത്ത് വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിനകത്തുള്ള ഒരു സ്ഥലമാണ്. ഡൺഫ്രൈസ് എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു ഹോളിഡേ പാർക്കാണ്. പാർക്കിനകത്ത് നമ്മളൊരു പിച്ച്, അതായത് ഗ്രാസൊക്കെ ഉള്ള ഒരു സ്ഥലം, നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലത്തിനാണ് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊണ് നമ്മൾ കൊണ്ടുവന്നിട്ട് വേണ്ട ഇത് കണക്കൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. ചോറ്, മീൻകറി, തോരൻ, തൈര്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ചെന്ന് പറയുന്നത്. ഇനി നമുക്ക് 5.5 മൈൽ കൂടി യാത്ര ചെയ്താൽ മതി ഇപ്പുറം സ്ഥലത്ത് എത്താനായിട്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വില്ലേജിന് ഉള്ളിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ റോഡ്, കൺട്രി റോഡാണെങ്കിലും ആളുകൾ താമസമുള്ള ഏരിയ ഒന്നും ആയിരിക്കില്ല. ഫാം ഹൗസുകളാണ് കൂടുതലും ഞാനിവിടെ കണ്ടത്. നമ്മൾ ഹോളിഡേ പാർക്കിനകത്തെത്തി. ആവശ്യം പോലെ വണ്ടികളിവിടെ സ്റ്റേ ഉണ്ട്. അപ്പോൾ അവരൊരു ഏരിയ പറയും, ആ ഏരിയയിൽ സ്പേസ് ഉള്ളിടത്ത് നമുക്ക് കാർ പാർക്ക് ചെയ്യാം. വെയിൽ വേണമെങ്കിൽ വെയിൽ, തണൽ വേണമെങ്കിൽ തണൽ. എന്നിട്ട് നമുക്ക് കൊണ്ടുവന്ന ടെൻറ്റ് നമ്മൾ ഇത് കണക്ക് നേരത്തെ കാണിച്ച കണക്ക് തന്നെ നമുക്ക് നിവർത്തിയിട്ടാൽ മതി. ഒന്ന് നിവർത്തിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഈ മെത്തയിൽ എയർ അടിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അത് നമ്മൾ വണ്ടി തൊട്ടടുത്തോട്ട് കൊണ്ടുവന്നിട്ട് മെത്ത ഇതിനകത്ത് ഇട്ടിട്ട് മാത്രമേ നമുക്ക് എയർ അടിക്കാൻ പറ്റൂ. ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നൊരു മേശയുണ്ട്. അപ്പോൾ അത് ഇത് കണക്ക് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മളെ ക്യാമ്പ് സൈറ്റ് റെഡിയാണ്. ചെയറായി, അതുപോലെ മേശയായി, ടെൻ്റായി. ഇനി ടെൻ്റൊന്ന് നമുക്കത് കാറ്റടിക്കുമ്പോൾ പറന്നു പോകാതിരിക്കാൻ വേണ്ടി കെട്ടണം.
നമ്മൾ 4 സൈഡിലും പ്ലാസ്റ്റിക് കയർ കൊണ്ട് നല്ലതുപോലെ വലിച്ച് കെട്ടുക. അതോടുകൂടി നമ്മളെ ടെൻറ്റ് റെഡിയാണ്. ഇതൊരു ഹോളിഡേ പാർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്വിമ്മിംഗ് പൂള് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാത്രമൊക്കെ കൊണ്ടുവന്ന് വേവിച്ച് കഴിഞ്ഞാൽ അത് കഴുകാനുള്ള സൗകര്യമുണ്ട്. ഇന്നത്തേക്കുള്ള കൊഞ്ചും പിന്നെ മീനും ഫിഷ് കറിയാണ്. ഫിഷ് കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല നമ്മൾ ഉണ്ടായിക്കൊണ്ട് വരും, ഫ്രോസണായി ഉണ്ടായിക്കൊണ്ട് വരും ഐസ് ബോക്സിനകത്ത്. എന്നിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലേ നമുക്കിത് കറക്റ്റായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. ഇല്ല ഇവിടെ വന്ന് സവാളയൊക്കെ വാട്ടി എടുത്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിനകത്തൂടെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ 2 സൈഡിലും ടെൻ്റ് അടിച്ച് കിടക്കുന്ന ആൾക്കാരെ കാണാം. അതിന് പല തരത്തിലുള്ള ടെൻറ്റുകൾ, വലിയ ടെൻറ്റുകൾ തൊട്ട് ചെറിയ ടെൻറ്റ് വരെയുള്ള പലതരത്തിലുള്ളതുണ്ട്. അതുപോലെ തന്നെ വണ്ടികളിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളത്, പിന്നെ ചില കാറിൻ്റെയൊക്കെ മുകളിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെൻറ്റുകൾ കാണാം. നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു ഹാർബറിൽ പോയതാണ്. ഹാർബറിൽ വേലിയിറക്കം സമയത്ത് ബോട്ടെല്ലാം അങ്ങ് മുകളിൽ വന്ന് വെള്ളമെല്ലാം അങ്ങ് ഇറങ്ങിപ്പോയി കിടക്കുന്നതാണ്. ഇനി അത് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം തിരിച്ചു കയറി വരും. അപ്പോഴത്തേക്ക് ഇത് കടലാവും. നല്ല ജീവനുള്ള ലോബ്സ്റ്ററിനെയൊക്കെ പിടിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇത് നമ്മുടെ 2ാമത്തെ ദിവസത്തെ ഡിന്നർ എന്നുള്ള സംവിധാനങ്ങളാണ്. നൂറുകണക്കിന് ആൾക്കാർ വരുന്ന ഒരു ക്യാമ്പ് സൈറ്റാണ്. അതിൻ്റെ പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉണ്ട്. എത്ര ക്ലീനായിട്ട് നീറ്റായിട്ട് അവരത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ല വൃത്തിയാക്കി അതിലെ ഷവർ റൂമെല്ലാം നല്ല ക്ലീനായിട്ട് അവരിട്ടിട്ടുണ്ട്. നമ്മി ഈ ടെൻറ്റിൽ നമ്മളെ ലൈഫ് എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് അല്ലേ? എന്താ ഇതിനകത്ത് ഇങ്ങനെ നമ്മളെ ലൈറ്റ് ഇവിടെ മധ്യത്ത് ഇങ്ങനെ ഉണ്ട്. അതായത് ഇത്രയും ടൈറ്റായിട്ടാണ് നമ്മൾ കിടക്കുന്നത് അല്ലേ? അതിന് നല്ല സൂപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലൊക്കെ ഉണ്ട്. അതായത് ഇത്രയേ വയ്ക്കാൻ പറ്റൂ. എൻ്റെ കാല് നീളമുള്ളതുകൊണ്ടാണ്. കാലതിൽ ചവിട്ടി ഇങ്ങനെ നിൽക്കണം.